പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് താഴെ കണ്ടോ സെർച്ച് ബട്ടൺ കാണാം അല്ലേ? സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡ്യൂപിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. EDUPICKS സ്പെല്ലിംഗ് കറക്റ്റായിട്ട് കൊടുത്തു. താഴെ എഡ്യൂപിക്സ് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും മുകളിൽ എഡ്യൂപിക്സ് സ്മാർട്ട് സ്റ്റഡീസ് എന്ന് കാണുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കാണാം. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എഡ്യൂപിക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാൾഡ് ആയി. ഇനി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. വെൽക്കം ടു ഗ്ലാപ്ബോർഡ്. കയറി വരുമ്പോഴേതാ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. We provide quality and affordable practice and reference materials. സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് നീക്കാം. ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻ, എക്സ്പ്ലെയിനർ വീഡിയോസ് ആൻഡ് സബ്ജക്റ്റ് ടെക്സ്റ്റ് ബുക്സ്. അങ്ങനെ ഓരോന്നും സ്ലൈഡ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ബാങ്ക്, പ്രീവിയസ് ഇയർ സോൾവ് പേപ്പേഴ്സ്, സാമ്പിൾ പേപ്പേഴ്സ് ആൻഡ് ഗ്രാഫിക്കൽ വെയിറ്റേജ്. സെർച്ച് ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി വിയ ഇമേജ്, വോയിസ് ഓർ ടെക്സ്റ്റ് ആൻഡ് യൂസർ ഫീഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കഴിഞ്ഞു. 4 ഇൻ്റർഫേസ് കണ്ടു. ഇനി നമുക്കിതിലേക്ക് സൈനപ്പ് ചെയ്ത് കയറാം. അതിനായിട്ട് ഫസ്റ്റ് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ആർക്ക് വേണേലും ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ട്രൈ ബിഫോർ യു ബൈ എന്നാണല്ലേ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിച്ചാൽ മതി. അതുകൊണ്ടിട്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി കൊടുക്കുമ്പം പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് അവരുടെ പേര്, അവരുടെ മെയിൽ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ പാസ്വേഡ് ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് കയറാവുന്നതാണ്. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക്, നമ്മളൊരു ഫോൺ നമ്പർ കൊടുത്തിരുന്നു അല്ലേ, അതിലേക്ക് ഒരു OTP വരും. അതെന്താണോ വന്നിരിക്കുന്നത് ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ഗെറ്റ് ഇൻസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഓൺ വാട്സാപ്പ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് താഴെ കണക്ട് ഓൺ വാട്സാപ്പ് എന്ന് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എവിടേക്കാണ് പോണേ? നമ്മുടെ ടാസ്ക് മന്ത്രയുടെ സപ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് അത് പോകുന്നത്. നമുക്ക് തിരിച്ചു വരാം. അടുത്ത പേജിൽ നമ്മളിപ്പം നോർമലി കയറി വരുമ്പോൾ ഉള്ള അടുത്ത പേജിൽ കാണിക്കുന്നത് കണ്ടോ, ചൂസ് എ ബോർഡ്. നമുക്കുള്ളത് NCERT സിലബസ് മാത്രമാണ്, ഇംഗ്ലീഷ് മീഡിയം NCERT. സോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ക്ലാസ് ചൂസ് ചെയ്യാം. നഴ്സറി, LKG, UKG, 1st, 2nd, 3rd, 4th, 5th, 6th, 7th, 8th, 9th, 10th, 11th സയൻസ്, കൊമേഴ്സ്, ആർട്സ് ഓർ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. 12th സയൻസ്, കൊമേഴ്സ്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട്. തൽക്കാലം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 9th സിലബസ് ഒന്ന് ചാപ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻ്റർഫേസ് 9th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്, നമ്മുടെ എഡ്യൂപിക്സിലുള്ള. അപ്പോൾ ഫസ്റ്റ് വൺ കാണുന്നത് നമ്മുടെ പേരൊക്കെ കാണാം. അപ്പുറത്ത് നോട്ടിഫിക്കേഷൻ്റെ ബാറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ കയറിയതോളൂ, നമുക്ക് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻസും ഇല്ല, അതുകൊണ്ടാണ് ഒന്നും കാണിക്കാത്തത്. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരാം. ആദ്യം കിടക്കുന്ന ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷനാണ്. ഞാനതിൽ ക്ലിക്ക് ചെയ്തു. ആ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ട എല്ലാ സൊല്യൂഷനും അടങ്ങിയ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻസ് ആണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. നമുക്ക് ഏത് വേണേലും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇപ്പോൾ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കാം റാൻഡമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് കൊടുത്തിരിക്കുന്നത് വീഡിയോസാണ്. മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ്, ഹിന്ദി കോഴ്സ് എ, ഹിന്ദി കോഴ്സ് ബി, സംസ്കൃത്. ഇത്രയും ആ കുട്ടിക്ക് 9th സ്റ്റാൻഡേർഡിൽ വേണ്ട കുട്ടിക്ക് ഉള്ള എല്ലാ സബ്ജക്ട്സും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആനിമേഷൻ വീഡിയോസാണ് അത്. അടുത്തത് ടെക്സ്റ്റ് ബുക്സ് ആണ്. 9th പഠിക്കുന്ന കുട്ടിയുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇത് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഓരോരോ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. റാൻഡമായിട്ട് എല്ലാം ഒന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് സിലബസ് ആണ്. NCERT സിലബസിൽ പെട്ട നമ്മുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലേ ആദ്യത്തെ. അപ്പം ഒരുപാട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ സയൻസാണ് എടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ചേഞ്ച് ദ സബ് കാറ്റഗറി, നമുക്കിപ്പോൾ സബ്ജക്റ്റ് മാറ്റി സയൻസ് അല്ല സോഷ്യൽ സയൻസ് കൊടുക്കണമെങ്കിൽ അവിടെ നമുക്ക് മാറ്റാൻ പറ്റാവുന്നതാണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കണ്ടോ,
വേറെ വേറെ സബ്ജക്ട്സ് അവിടുന്ന് സെലക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പം ഇതിൽ നമ്മളിപ്പം ഒരുപാട് ചാപ്റ്റേഴ്സ് കാണുന്നുണ്ട് സയൻസിൽ. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഞാനിപ്പോൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ സൗണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കും അതിലെ സൊല്യൂഷൻസും ആണല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എക്സസൈസും ഉണ്ട്. സോ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇത് ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. ഓരോരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു സാമ്പിളിന് എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ വേറൊരു ഫോണിലെടുത്ത് റെക്കോർഡ് ചെയ്യുന്നതാണിത്. കണ്ടോ, ഓരോ ക്വസ്റ്റ്യൻസും നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആൻസർ ഹൈഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ഹൈഡ് ആൻസർ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ആൻസർ കൊടുക്കാം. അതേപോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഏറ്റവും മുകളിൽ നിങ്ങൾക്കൊരു ഗ്രിഡ് പോലെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻസും എക്സസൈസും കണ്ടോ, അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കും. ആ റെഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വിഷ് ലിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ എനിക്ക് ഇനി ഒന്നും കൂടി നോക്കണം എന്ന് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് വേണമെങ്കിൽ ആ ഷെയർ ബട്ടൺ കണ്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലവ് ചിഹ്നം വിഷ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിടാം. ഇതൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് ഒന്നും കൂടെ റെഫറൊക്കെ ചെയ്യണം തോന്നിയാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. താഴെ കണ്ടോ, വാസ് ദിസ് ഹെൽപ്ഫുൾ. നമുക്കിത് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നമുക്കൊരു ലൈക്ക് ബട്ടൺ ഒക്കെ കൊടുത്ത് നമ്മുടെ പേജിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻസും എക്സസൈസും ഉണ്ട്. നമുക്കത് ഓഫ്ലൈനിൽ പിന്നീട് പഠിക്കണം എന്നാണെങ്കിൽ നമുക്ക് സേവ് ഫോർ ഓഫ്ലൈൻ കൊടുത്താൽ അത് അവിടെ ഇരുന്ന് ഡൗൺലോഡ് ആയിക്കോളും. ഇനി സയൻസ് മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് അവിടെ മുകളിൽ തന്നെ തൊട്ട് ചൂസ് ചെയ്തിട്ട് വേണ്ട സബ്ജക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ RS അഗർവാളിൻ്റെ മാത്തമാറ്റിക്സാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ്, അതിൻ്റെ എക്സസൈസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓരോന്നും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. MCQs അവൈലബിൾ ആണ്. അങ്ങനെ ഓരോന്നും നോക്കാം. ആൻസർ ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ വിഷ് ലിസ്റ്റ് നമുക്ക് ഇട്ട് വയ്ക്കാം. മുകളിൽ ആ ഗ്രിഡ് തൊട്ടാൽ അതിലുണ്ടായിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് കാണാം. ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചു, ഗ്രിഡിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ, എക്സസൈസ് എത്ര എക്സസൈസ് ഉണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് വിഷ് ലിസ്റ്റ് ഇട്ട് വയ്ക്കാം. അപ്പോൾ റെഡ് കളറിൽ കാണും. സെയിം പ്രോസസ്സൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ എടുത്ത RS അഗർവാളിൻ്റെ മാത്തമാറ്റിക്സ് ആയിരുന്നു അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് തന്നെ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോർമൽ എക്സസൈസ് 1.2, 2.1, 2.2 എന്ന് പറഞ്ഞ് ഓരോ എക്സസൈസിൽ ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ കാണാം. അതുപോലെ തന്നെ ഗ്രിഡിൽ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഡയറക്റ്റ് സെലക്ട് ചെയ്ത് അതും എടുക്കാം. അപ്പം ഡിഫറെൻറ്റ് ഒരേ സബ്ജക്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ തന്നെ നമുക്കിവിടെ എല്ലാം ക്വസ്റ്റ്യൻസും എക്സസൈസസും അവൈലബിൾ ആണ്. മാത്സ് അല്ലാതെ വേറെ ഏതൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ എക്കണോമിക്സും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ ആക്ടിവിറ്റീസ് ഓരോരോ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് എടുക്കാം. അതിൽ എക്സസൈസസ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. എക്സസൈസസ് കാണാം. ആൻസർ ഹൈഡ് ചെയ്ത് വെച്ചാൽ ആൻസർ കാണത്തില്ല. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്കറിയാവുന്ന പോലെ ആൻസറൊക്കെ ചെയ്തിട്ട് ആൻസർ അറിയത്തില്ലെങ്കിൽ ഇതേ താഴെ ക്ലിക്ക് ഹിയർ ടു സീ ദ ആൻസർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. കണ്ടത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രിഡ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിലൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വീഡിയോസ് കാണാം. വീഡിയോസിൽ CO കൊടുത്താൽ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാം. ഫസ്റ്റ് മാത്തമാറ്റിക്സിൽ 861 വീഡിയോ ഉണ്ട്. അപ്പോൾ ഏതാണോ വീഡിയോ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ നമുക്ക് കേൾക്കാം. Introduction. What are you doing, Amit? I'm writing numbers. Oh, natural numbers. Do you know what will we call the numbers if I add 0 with these? Yes, I know. These are whole numbers now. And what are these? Negative numbers. Yes, these are negative numbers. And the collection of all these numbers is called integers. Interesting. ഇതുപോലെ നമുക്ക് വേണ്ട ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ഹിന്ദി മീഡിയത്തിൻ്റെയും നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. तुम क्या कर रहे हो अमित? मैं संख्याएं लिख रहा हूँ. ओह, प्राकृतिक संख्याएं. क्या तुम जानते हो कि यदि हम इसमें शून्य जोड़ दें तो उन
ഇതുപോലെ ഓരോന്നും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ പുറമേ നിന്നുള്ള നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ, വ്യത്യസ്ത ടീച്ചേഴ്സിൻ്റെ വീഡിയോ ലിങ്ക്സും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി പഠിക്കാവുന്നതാണ്. അപ്പം ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. വേറൊരു ചാപ്റ്ററിൻ്റെ ഞങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് മീഡിയം സർക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർക്കിൾസിൻ്റെ വീഡിയോ കൂടി എടുക്കാം, കാണാം. Look at these things: pizza, wheel, giant wheel, coin, disc, dinner plate. All these are the examples of circle. Today we will study about circles and the properties of circles. Come, let's start. ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആനിമേഷൻ വീഡിയോ അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് വ്യത്യസ്ത ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന വീഡിയോ ലിങ്ക്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ എല്ലാം അതിനെ ഉണ്ടാവും കേട്ടോ. And it forms a continuous sheet. There is no intercellular space and matrix between these cells. Epithelial cells are present in skin, lining of buccal cavity, alimentary canal, kidney tubules. കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് തന്നെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സെറ്റിലേക്ക് പോവാം. ആനിമേഷൻ വീഡിയോസ് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ടെക്സ്റ്റ് ബുക്സ് ആണ്. നമുക്ക് ഓരോരോ വിഷയങ്ങളുടെയും ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് PDF എന്ന് കാണാം. നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സയൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു സാമ്പിളിന്. ഡൗൺലോഡ് ചെയ്ത് വെച്ച PDF ആണെങ്കിൽ വ്യൂ PDF എന്ന് കാണാം. ആ വ്യൂ PDFിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സയൻസ് ആണ് ഡൗൺലോഡ് ചെയ്തിരുന്നത്. സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കാണ് ഇത്. അങ്ങനെ ഓരോരോ ചാപ്റ്ററിൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇക്കോണമിക്സിൻ്റെ ഡൗൺലോഡ് ചെയ്തത് ജസ്റ്റ് വ്യൂ ചെയ്ത് നോക്കുന്നതാണ്. അപ്പം ഓരോരോ ചാപ്റ്ററിൻ്റെ സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്ലേ, അത് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈലിൽ എല്ലാം ഉണ്ടായിരിക്കും. അടുത്തത് നമ്മുടെ സിലബസ് ആണ്. സിലബസുകൾ ടെക്സ്റ്റ് ബുക്ക് പോലെയല്ല. നമുക്ക് സിലബസ് എന്തൊക്കെയാണോ ഉള്ളത്, ആ സിലബസിൽ നമ്മൾ എന്തൊക്കെയാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഈ സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, NCERT സിലബസ്. അതിൽ ആ കുട്ടി പഠിച്ചിരിക്കേണ്ട എല്ലാ പോയിന്റ്സും ഇതിനകത്തുണ്ടാവും. ഇത് കറക്റ്റായിട്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പേരൻറ്റ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മളിപ്പോൾ സ്റ്റഡി ആണല്ലോ എടുത്ത് വെച്ചേക്കണേ. തൊട്ടെടുത്ത് പ്രാക്ടീസ് കണ്ടോ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട സെക്ഷൻ. നമ്മൾ പ്രാക്ടീസ് എടുത്താൽ ആദ്യം കാണാൻ നോക്കിക്കേ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഓരോരോ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക്സ് നിങ്ങൾക്ക് അവിടെ മുകളിൽ കാണാൻ പറ്റും. മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അങ്ങനെ എത്രയൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. നമുക്കിപ്പോൾ സയൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബൈ ചാപ്റ്റർ വൈസും ഉണ്ട്, ബൈ ടൈപ്പും ഉണ്ട്. അപ്പം ഓരോരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ടാകും, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഹൈഡ് ആൻസർ കൊടുത്താൽ നമുക്ക് ആൻസർ ഹൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം കാണാം. എന്നിട്ട് നോക്കി ആൻസർ അറിയില്ലെങ്കിൽ ക്ലിക്ക് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാം. നമ്മുടെ പഴയ പോലെ തന്നെ വിഷ് ലിസ്റ്റ് ഇട്ട് വയ്ക്കാം, ഗ്രിഡ് നോക്കാം, ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നോക്കിക്കേ കളക്ഷൻ എന്തുമാത്രം ഉണ്ടെന്ന്. ഓക്കെ, ഗ്രിഡിൽ നോക്കിക്കേ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കിയാൽ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ലോഡ് മോർ ക്വസ്റ്റ്യൻസ് കാണാം. അടുത്ത് ലോഡ് ചെയ്തപ്പോൾ 200 ക്വസ്റ്റ്യൻ വന്നു. വീണ്ടും ലോഡ് മോർ ക്വസ്റ്റ്യൻ അടിക്കുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. കണ്ടോ, 300 ക്വസ്റ്റ്യൻസ് വന്നു. ഇങ്ങനെ നമുക്ക് വേണ്ട അത്ര 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ആ ചാപ്റ്ററിൽ നിന്ന് എല്ലാ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കുണ്ടാവും ആ സബ്ജക്റ്റിൻ്റെ. ഓക്കെ, ഓരോരോ ചാപ്റ്റർ വൈസ് ഉണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് സാമ്പിൾ പേപ്പേഴ്സാണ്. ഓരോരോ സബ്ജക്റ്റിൻ്റെയും സാമ്പിൾ പേപ്പേഴ്സ്. നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് സാമ്പിൾ പേപ്പർ ടെസ്റ്റ് ചെയ്യാം. 10ഓളം സാമ്പിൾ പേപ്പർ സെറ്റ് കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ ഓരോന്നിലും 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, എക്സാമിന് ഇടുന്ന ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. കണ്ടോ,
അപ്പം ആ ഒരു സബ്ജക്റ്റിന് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ള കംപ്ലീറ്റും ഇതിനകത്തുണ്ടാവും. അതിനകത്ത് വ്യൂ ആൻസേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൻസേഴ്സ് ഒക്കെ കാണാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമുക്ക് ആൻസേഴ്സ് ഉണ്ടാവും, പിന്നെ അതിനനുസരിച്ച് മാർക്സ് ഒക്കെ ഇടാം. നമുക്കിത് തന്നെ ചെയ്ത് നമുക്ക് തന്നെ ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു അടിപൊളിയായിട്ടാണ് വർക്ക് ഷീറ്റ് ഓർ നോട്ട്സ്. നമ്മൾ നോർമൽ ടെക്സ്റ്റ് ബുക്ക് കണ്ടല്ലേ, പക്ഷെ ഇതിനകത്തുണ്ടല്ലോ ആ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് നോളജ് തരാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സയൻസ് എടുക്കാൻ കാരണം ഞാൻ ഓൾറെഡി ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാ കേട്ടോ. ഇപ്പം ഞാൻ കണ്ടോ സയൻസിൻ്റെ ഒരു ചാപ്റ്റർ എടുത്തു, ബയോളജി. അതിൽ കണ്ടോ ആ ഒരു ചാപ്റ്ററിനെ നമുക്ക് നോർമൽ ടെക്സ്റ്റ് ബുക്കിനുള്ളതിനേക്കാൾ മനോഹരമായി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോടുകൂടി നമുക്കിതിനകത്ത് അവർ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് ഇതിരുന്ന് പഠിക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സവിശേഷപ്പെട്ട നമ്മുടെ മൈൻഡ് മാപ്പും നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ മൈൻഡ് മാപ്പ് ഉണ്ടായിരിക്കും. അപ്പം ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുമ്പം ആ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ഈ മൈൻഡ് മാപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്തൊക്കെ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമുക്ക് ആ മൈൻഡ് മാപ്പ് ഓർത്ത് വെച്ചാൽ മതിയല്ലോ, ആ ചാപ്റ്റർ മൊത്തം നമുക്ക് കിട്ടിയല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൻ്റെ ആൻസർ കീയും ഉണ്ടാവും. ഇനി എന്താ വേണ്ടേ, ഒരു ചാപ്റ്റർ കിട്ടിയാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീപ്പ് നോളജുള്ള നോട്ട്സും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഒരു ടീച്ചർക്കായാലും ഒരു പേരൻറ്റിനായാലും ഒരു സ്റ്റുഡൻറ്റിനായാലും പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ വർക്ക് ഷീറ്റ് ആൻഡ് നോട്ട്സിൽ പ്രൊവൈഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റഡിയും കണ്ടു, പ്രാക്ടീസും കണ്ടു അല്ലേ. ഇനി താഴെ കണ്ടോ സെർച്ച് ബട്ടൺ കണ്ടോ. ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഫോട്ടോ വെച്ച് നോക്കാം, വോയിസ് വെച്ച് സെർച്ച് ചെയ്യാം, ഒപ്പം നമുക്ക് ടൈപ്പ് ചെയ്തും ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കയറിയിട്ട് ടൈപ്പ് ചെയ്ത് ചോദിച്ചു നോക്കാം. ഇനി അടുത്തത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി കയറി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ ടിപ്സ് ആൻഡ് സജഷൻ എന്ന് താഴെ കാണാം. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങളുടെ സജഷൻ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്യാം. ഇതൊരു ടോട്ടൽ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും എല്ലാവരുടെയും ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കയറി വരുമ്പോൾ അത് ബിൽഡപ്പ് ആയിക്കോളും. അടുത്തത് നമ്മുടെ പ്രൊഫൈലിൽ കയറി ഇരുന്നിട്ട് നമുക്ക് ഇതുവരെ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ അറ്റൻഡ് ചെയ്തു, ആൻസേഴ്സ് എന്തൊക്കെ കൊടുത്തു, ബ്ലോഗ്സ്, നമ്മൾ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഒരു റിവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ ഇതിനകത്ത്. പിന്നെ അവിടെ നമുക്ക് കയറി നമ്മുടെ ക്ലാസ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ കയറിയിട്ട് ചേഞ്ച് കൊടുത്തിട്ട് വേറെ ക്ലാസ് എടുക്കാം. ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എടുത്താൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുട്ടിക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. സെയിം നമ്മൾ സ്റ്റഡിയിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് സൊല്യൂഷൻ, അവരുടെ വീഡിയോസ്, അവർക്ക് വേണ്ട എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അവരുടെ ടെക്സ്റ്റ് ബുക്ക്, അവരുടെ സിലബസ് എല്ലാം, അവരുടെ വീഡിയോസ് ഒക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് EVSന്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. Vaibhav and his parents are returning home after 2 days, having spent the weekend at Kasoli. On their way home, they stop at a grocery store to buy a water bottle. Vaibhav decided to stay back in the car. His father advises him to roll up the windows. After a while, Vaibhav feels breathless and suffocated. He immediately rolls down the windows of the car to let in fresh air. In this lesson, you will learn about air and its importance. Objectives. ഇതുപോലെ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് അവർക്ക് വേണ്ട വീഡിയോസും ആനിമേറ്റഡ് വീഡിയോസൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. കണ്ടോ, അവരുടെ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ അവർക്ക് വേണ്ട നമ്മുടെ സിലബസുകൾ എല്ലാം നമ്മുടെ ഇതിൽ നേരത്തെ സ്റ്റഡീസിൽ പോയി നോക്കിയാൽ നമുക്കെല്ലാം കിട്ടും. ഇനി നമുക്ക് അവരുടെ പ്രാക്ടീസ് ഒന്ന് നോക്കാം. മാത്സും ഇംഗ്ലീഷും പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ടല്ലേ. സോ മാത്സ് ഒരെണ്ണം ക്ലിക്ക് ചെയ്തു, ബൈ ചാപ്റ്റർ ബൈ ടൈപ്പ്, സെയിം അവിടുത്തെ പോലെ തന്നെ ഇവിടെയും. അപ്പം ഓരോരോ ക്വസ്റ്റ്യൻസിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, കളക്ഷൻസ് നോക്കിക്കേ, ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിനും നോക്കിക്കേ ഒരുപാട് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് പ്രൊഫൈലിൽ പോയാൽ ഏത് സ്റ്റാൻഡേർഡാണോ മാറ്റി കൊടുക്കേണ്ടത് അത് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക് കയറാം, അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പഠിക്കാം. അപ്പം ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 5 പഠിക്കുന്നൊരു കുട്ടിയും 8 പഠിക്കുന്നൊരു കുട്ടിയും ഉണ്ടെങ്കിലും അവർക്ക് 2 പേർക്കും ഒരു എഡ്യൂപിക്സ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പഠിക്കാം. ഏത് ഡിവൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ തരുന്ന ആക്ടിവേഷൻ കീ ഉപയോഗിച്ചാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ.
പ്രോഡക്റ്റ് മേടിച്ച് അതിൻ്റെ ആക്ടിവേഷൻ കീ നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രയൽ വേർഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് 7 ദിവസത്തേക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം ഫ്രീ ആയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം അന്ന് തന്നെ ഉപയോഗിക്കണം. എന്നാണോ നിങ്ങൾ ആക്ടിവേഷൻ കീയിട്ട് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷമുള്ള 2 വർഷത്തേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് തികച്ചും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതൊരു ബണ്ടിലായിട്ടാണ് കിട്ടുന്നത്. നഴ്സറി തൊട്ട് +2 വരെയുള്ള കംപ്ലീറ്റും അതിനകത്തുണ്ടാവും. അപ്പം വീട്ടിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ അവന് 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും യൂസ് ചെയ്യാം. 8ൽ പഠിക്കുന്ന ആ കുട്ടിക്ക് 8ഉം 9ഉം യൂസ് ചെയ്യാം ഈ ഒരേ എഡ്യൂപിക്സിൽ നിന്ന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അറ്റ് എ ടൈം 2 പേർക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. ഏത് ഡിവൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷേ അറ്റ് എ ടൈം ഒരുപോലെ പഠിക്കാൻ പറ്റില്ല. ഒരാൾ ഒരു ഡിവൈസിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്ത് അടുത്ത ഡിവൈസിൽ വീണ്ടും കയറിയിട്ട് അടുത്ത ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, മൈൻഡ് മാപ്പ് കണ്ടു, ടെക്സ്റ്റ് ബുക്ക് ഡീപ്പ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കണ്ടു, സൊല്യൂഷൻസ് കണ്ടു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടു എന്ന് വേണ്ട. പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ലിങ്ക്സ് നമുക്ക് നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ വ്യത്യസ്ത ടീച്ചേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനകത്തൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി അടങ്ങുന്ന ഒരു അടിപൊളി പാക്കേജാണ് എഡ്യൂപിക്സ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേഷൻ കീ കൊടുക്കുന്ന കാര്യം. അതിനായിട്ട് നമ്മൾ എവിടെ പോകണം? നമ്മൾ നമ്മുടെ ഗ്ലാപ്പോർഡ് സൈറ്റിലേക്ക് കിടക്കുക. നമ്മുടെ ഗ്ലാപ്പോർഡ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് മുകളിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ താഴെ നമുക്ക് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി. ഇതിനകത്ത് ഡാഷ്ബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു 4 വര, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓപ്ഷൻസ് ഒക്കെ വരും. അതിനകത്ത് മൈ ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മൾ മേടിച്ച പ്രോഡക്റ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ പ്രോഡക്റ്റിൻ്റെ സൈഡിലായിട്ട് പ്രോഡക്റ്റ്, പ്രൈസ്, തൊട്ടപ്പുറത്തെ അതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ കൂപ്പൺ ആക്ടിവേഷൻ കീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. അത് ഓരോരുത്തരുടെയും പേഴ്സണലാണ്. ഇപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വെറുതെ നിങ്ങളത് അവിടെ കൊണ്ടുപോയി ആക്ടിവേഷൻ കീ അടിച്ചു കൊടുക്കരുത്. എന്നാണോ ആക്ടിവേഷൻ കീ ആക്ടിവേറ്റ് ആവുന്നത് ആ സമയം തൊട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഓൺ ആയിരിക്കുകയാണ്. എന്ന് ആക്ടിവേഷൻ കീ ഓപ്പൺ ചെയ്യും അതിന് ശേഷമുള്ള 2 വർഷത്തേക്കായിരിക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം ആർക്കാണോ പ്രോഡക്റ്റ് ആവശ്യമുള്ളത്, അവർക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രമാണ് ആ ആക്ടിവേഷൻ കീ നിങ്ങൾ കൊടുത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈ ഓർഡേഴ്സിൻ്റെ അവിടെ നിന്ന് ആക്ടിവേഷൻ കീ എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇത് എവിടെയും നമ്മൾ കൊടുക്കണ്ടേ? നമുക്ക് 7 ദിവസത്തേക്കാണ് ഫ്രീ ആയിട്ട് ട്രയൽ വേർഷൻ ചെയ്ത് നോക്കാൻ പറ്റണേ. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിയുമ്പം ഇതുപോലൊരു വിൻഡോ നമ്മുടെ മുമ്പിൽ വരും. ഇതിലേക്കാണ് നമുക്ക് ആ ആക്ടിവേഷൻ ചെയ്ത ആ കോഡ് അടിച്ചു കൊടുക്കേണ്ടത്. എന്നാണോ ഉപയോഗിക്കുന്നത് അന്ന് അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം. എഡ്യൂപിക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലെ ഓരോ ക്ലാസ് വൈസ് നമുക്ക് എങ്ങനെയൊക്കെ കയറാം, ഓരോന്നും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിലുള്ളത്. ബേസിക്സ് നമുക്ക് സ്റ്റഡി ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ വന്നു കഴിയുമ്പോഴേ കമ്മ്യൂണിറ്റി ബിൽഡ് ആവും. ഓക്കെ, കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഉണ്ട്. പ്രൊഫൈലിൽ പോയി NCERT മോളിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ സബ്ജക്റ്റ് മാറ്റാം എന്ന് വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കവറപ്പ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പം ഒത്തിരി ഡീപ്പായിട്ട് നമുക്ക് കാണിക്കാനും പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞു അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല അല്ലേ. അപ്പോൾ അതത്രയും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടിട്ട് തന്നെ അപ്പം ഏതൊരു കുട്ടിക്കും ഒരു വീട്ടിൽ 3-4 കുട്ടികളുണ്ടെങ്കിൽ കൂടി എല്ലാവർക്കും വേണ്ടി ഈ ഒരു എഡ്യൂപിക്സ് മതിയാവുമെന്ന് വേണം നമ്മൾ പ്രത്യേകം ഓർക്കാനായിട്ട്. അപ്പം അറ്റ് എ ടൈം ഒരു ഡിവൈസിൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് 4 ഞാൻ 4 പഠിക്കണമെങ്കിൽ എനിക്ക് 4ാം ക്ലാസ്സിലെ ചാപ്റ്ററും എൻ്റെ സൊല്യൂഷൻസ് എനിക്ക് വേണ്ട എല്ലാം എനിക്ക് അതിൽ നിന്ന് പഠിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. അതിനുശേഷം 6ൽ പഠിക്കുന്ന ഒരു ചേട്ടനുണ്ടെങ്കിൽ ഞാൻ ഈ സിസ്റ്റത്തിൽ നിന്ന് ലോഗൗട്ട് ചെയ്താൽ, ഈ സിസ്റ്റം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലാണ്ട് ഞാൻ ഈ ഫോൺ ലോഗൗട്ട് ചെയ്താൽ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് 6ാം ക്ലാസ്സിലുള്ള എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പം ആ കുട്ടിക്ക് വേണ്ട എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അത്യാവശ്യം വേണ്ടതൊക്കെ കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻസിൽ ചോദിക്കാം. പിന്നെ നമുക്കിത് പുതിയ പരിചിതമായ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു വന്ന കാര്യങ്ങളാണ്. സോ പഠിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻസ് ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാസ് കാണാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ആവാൻ ഹെൽപ്പ് ചെയ്യുകയാണല്ലേ ചെയ്യുന്നത്.
സോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാണിക്കാൻ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, പിന്നെ MCQs, അതുപോലെ ട്രൂ ഓർ ഫോൾസ്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ. ഡീപ്പായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അല്ലേ. കാരണം നമുക്ക് ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് കിട്ടുകയാണ്. ആക്ടിവേഷൻ കീ ആർക്കും നിങ്ങൾ അനാവശ്യമായിട്ട് കൊടുക്കരുത്. വൺസ് ആക്ടിവേഷൻ കീ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 2 വർഷത്തേക്കായിരിക്കും അതിൻ്റെ വാലിഡിറ്റി. അതുവരെ നിങ്ങളുടെ കയ്യിൽ ഇത് എത്ര നാളിരുന്നാലും ഒരു പ്രശ്നമില്ല. എന്നാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് തോന്നുന്നത് അന്ന് മാത്രമേ നിങ്ങൾ എടുത്തത് ഉപയോഗിക്കാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീ ഡെമോ നമുക്ക് തന്നിരിക്കുന്നത്. ഫ്രീ ഡെമോ നിങ്ങൾ യൂസ് ചെയ്തോളൂ. കയറുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഫസ്റ്റ് കയറി കഴിഞ്ഞുള്ള 7 ദിവസത്തേക്ക് ഉള്ളു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് നോക്കി കൊള്ളാം കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല, കുറച്ച് കഴിഞ്ഞ് നോക്കാൻ നമ്മൾ ഇത് മറന്നു പോയിട്ട് 7 ദിവസം കഴിഞ്ഞ് കയറി എന്ത് സംഭവിക്കും? ആക്ടിവേഷൻ കൂടി ചോദിക്കും കേട്ടോ. അപ്പം എല്ലാം കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ